ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും T4Tയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇടുക്കിയിലെ മൂന്നാറിന് ചുറ്റുപാടുമുള്ള കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയുള്ള ഒരു 4 ദിവസത്തെ പരിപാടിയായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ മുണ്ടക്കയത്തിനടുത്താണ് നിൽക്കുന്നത്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് അടൂര്, പത്തനംതിട്ട, എരുമേലി, മുണ്ടക്കയത്ത് വന്ന് ഞങ്ങൾ കാപ്പി കുടിച്ചു. ഒരു റാണി ഹോട്ടലാണ് ഒന്ന് കാപ്പി കുടിച്ചു. അവിടെ നിന്ന് ഒരു 6.5 കിലോമീറ്റർ മാറിയുള്ളൊരു ചെറിയൊരു വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് പാഞ്ചാലിമേടിലേക്കാണ്. നമ്മളിപ്പോൾ മൂന്നാർ പോകുന്ന വഴി മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്ക് ഒരു 4 കിലോമീറ്റർ അകത്തോട്ട് മാറി പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ വ്യൂ പോയിന്റിലാണ്. ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വ്യൂ പോയിന്റ് അതിമനോഹരമാണ്. ഇപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് സഞ്ചാരികളുടെ നല്ല തിരക്കും ഇവിടെയുണ്ട്. ഇവിടെ എൻട്രി ഫീ 20 രൂപയാണ് മുതിർന്ന ആൾക്കാർക്ക്, കുട്ടികൾക്ക് 10 രൂപയും. ഇവിടെ ശരിക്കും വാക്കിങ്ങിന് ആവശ്യമായ കുറേ സ്ഥലങ്ങളുണ്ട്. അതിമനോഹരമായ പല വ്യൂ പോയിന്റുകളും അവിടെ ഉണ്ട്. പാണ്ഡവരും പാഞ്ചാലിയുമായിട്ടുള്ള 12 വർഷത്തെ വനവാസത്തിന് ശേഷമുള്ള 1 വർഷത്തെ അജ്ഞാതവാസം ഈ പാഞ്ചാലിമേടിലാണെന്നാണ് ഐതിഹ്യം. പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ശബരിമല മകരവിളക്ക് ഈ പാഞ്ചാലിമേടിൽ നിന്നാൽ നന്നായി ദർശിക്കാനാവും വഴി. അതുകൊണ്ട് ഈ മകരവിളക്ക് ദിവസം വളരെയധികം അയ്യപ്പന്മാർ ഈ പാഞ്ചാലിമേടിലെത്താറുണ്ട് ഈ മകരവിളക്കിനെ ദർശിക്കാനായി. പാഞ്ചാലിമേടിന്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് അഞ്ചുരുളി ടണൽ കാണാനാണ്. ഈ അഞ്ചുരുളി ഏകദേശം 47 കിലോമീറ്റർ ദൂരമുണ്ട് പാഞ്ചാലിമേടിൽ നിന്ന്. പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അഞ്ചുരുളിയിലെത്തി. ഇടുക്കി ജില്ലയിലെ മറ്റൊരു അട്രാക്ഷനാണ് അഞ്ചുരുളി ടണൽ. ഈ അഞ്ചുരുളി ടണൽ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഏകദേശം 5.5 കിലോമീറ്റർ നീളമുണ്ട്. ഇത് ഇരട്ടയാറിൽ നിന്ന് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിലോട്ട് വെള്ളം കൊണ്ടുവരുന്നതിനുള്ള ടണലാണ്. ഇത് വെള്ളം ഇല്ലാത്ത സമയത്ത് ഈ 5.5 കിലോമീറ്റർ നടന്ന് ഈ ടണലിൻ്റെ ഈ അറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ കഴിയും. കൂടാതെ ഇവിടെ നിന്ന് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു ഏരിയ നന്നായിട്ട് കാണാൻ പറ്റും. അഞ്ചുരുളി കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത് പോയത് കാൽവരി മൗണ്ടിലേക്കാണ്. കാൽവരി മൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും റിസർവോയറിന്റെ ഏകദേശം എല്ലാ ഭാഗവും നമുക്ക് കാണാനാവും. ഇവിടെ എൻട്രൻസ് ഫീസ് 25 രൂപയാണ്. കൂടാതെ ഇവിടെ 2-3 ഫാമിലി ഹട്ടുകളുണ്ട്. അവിടെ 2500 രൂപയാണ് ഒരു ദിവസത്തെ താമസത്തിനുള്ള ചാർജ്. ഈ ഹട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഫുൾ ടൈം ഈ ഇടുക്കി റിസർവോയർ ഏരിയ ഫുള്ള് ആസ്വദിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഈ കാൽവരി മൗണ്ടിലേക്ക് വരുന്ന റോഡ് കുറച്ച് ഓഫ് റോഡാണ്. അപ്പം റോഡിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം മാറിയാണ് ഈ കാൽവരി മൗണ്ട്. അത്രയും ദൂരം ജീപ്പ് സർവീസ് ഉണ്ട്. പൈസ കൊടുത്ത് നമുക്ക് ജീപ്പിൽ പോകാം. അല്ലെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികൾക്കും നമുക്ക് ഈ ഓഫ് റോഡ് ആണെങ്കിലും നമുക്ക് സൗകര്യം. ഒരുവിധം കുറച്ച് എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കാൽവരി മൗണ്ടിന്റെ എൻട്രൻസ് വരെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ കാറുകളെയും ഓടിച്ച് കൊണ്ടുവരാവുന്നതാണ്. കാൽവരി മൗണ്ട് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ടാണ്. അതായത് ഞങ്ങൾ ഒരു ക്രിസ്മസ് പീക്ക് സീസണിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാർ ടൗണിൽ നിന്ന് മാറി താമസിക്കാനാണ് തീരുമാനിച്ചത്. അത് മൂന്നാറിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ വേ സൈഡ് എന്ന് പറഞ്ഞ ഒരു കോട്ടേജ് ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അത് ഞങ്ങൾ നവംബർ അവസാനം തന്നെ ബുക്ക് ചെയ്തിരുന്നു. പിന്നെ അവിടെ നോർമലി പീക്ക് സീസൺ അല്ലാത്തപ്പോഴും അവിടെ 900 രൂപ മുതൽ 2600 രൂപയുള്ള പല തരത്തിലുള്ള അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയുന്നത്, അതായത് തൂണിൽ നിർത്തിയിട്ടുള്ള കോട്ടേജസ് ഉണ്ട്, പിന്നെ ട്രീ ഹൗസ് ഒക്കെ ഉണ്ട്, പിന്നെ നോർമൽ റൂംസും ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള റൂംസിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നല്ല ഗ്രീനറി അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഫുഡ് നല്ല ഫുഡാണ്, അഫോർഡബിൾ റേറ്റ് ആണ് ഫുഡിൻ്റെ. അപ്പോൾ അത് എന്തുകൊണ്ടും താമസത്തിന് കുഴപ്പമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ 3 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് സൂര്യനെല്ലിയിലോട്ട് പോയത്. ഈ 3 ദിവസം ഈ കോട്ടേജിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മൂന്നാറിൻ്റെ ഔട്ടർ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. മൂന്നാറിന് സമീപമുള്ള വട്ടവട,
കാന്തല്ലൂര്, സൂര്യനെല്ലി ഭാഗങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഉടനെ വരും. താങ്ക് യു.